എറണാകുളം കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ അഴിമതിയും തട്ടിപ്പും ആരോപിച്ച് കോൺഗ്രസ്. കേസുള്ള സ്പോൺസറെ എന്തിനു വിശ്വസിച്ചെന്നും തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം നടത്തണമെന്നും ഹൈബി ഈഡൻ MP പറഞ്ഞു. അർജന്റീനയുമായുള്ള മത്സരത്തിന്റെ സ്പോൺസർ കമ്പനിയുമായുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് GCDA ചെയർമാന് ഹൈബി ഈഡൻ MP കത്തയച്ചു. ഞാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ ശ്രീ ചന്ദ്രൻപിള്ള അവർക്ക് ഒരു കത്ത് ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ട്. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കായിക കേരളത്തിന് വലിയ താല്പര്യമുണ്ട്. ഒരു ഷെയ്ഡി ഡീൽ ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇതൊരു സ്പോർട്ടിംഗ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണ് ഇതിൽ? സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വരുന്നു. ഇതിന്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ്? ഇപ്പോ മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ? അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റോട്ടിലുള്ള ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു 100 ടെക്നിക്കൽ കമ്മിറ്റീസിന്റെ ട്രീ കട്ടിംഗ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം. അതിനുവേണ്ടി ഒരു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. ഇതെല്ലാം പാലിച്ചിട്ടാണോ ഈ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത്? മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവിൽ ആളുകളെ കബളിപ്പിക്കുന്നതിൽ അന്വേഷണം വേണമെന്ന് BJP. സർക്കാരിന് ആ വിഷയത്തിലുള്ള താല്പര്യം എന്താണെന്നറിയണമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. എന്താണ് ഈ LDF ഗവൺമെന്റും ഈ ആളുകളും തമ്മിലുള്ള ബന്ധം എന്ന് പരിശോധിക്കാൻ അന്വേഷിക്കണം. ഈ കേസുകളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഞാൻ ആ മാധ്യമ സ്ഥാപനത്തെയോ മാധ്യമ പ്രവർത്തകരോടും പറയുന്നത്, ഒരാരോപണം വരുമ്പോൾ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വാർത്ത കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനത്തിൻ്റെയും ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്. ആളുകളെ കബളിപ്പിക്കുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ എന്തെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടാണോ ഇവരിതെല്ലാം പറയുന്നത്? ഇടയ്ക്ക് മെസ്സി വരുമെന്ന് പറയുക, ഇടയ്ക്ക് വരില്ല എന്ന് പറയുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. സ്റ്റേഡിയം നവീകരണത്തിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തെത്തി. ശരിക്കും ഒരു ദുരൂഹത നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും വലിയൊരു ഈവന്റ് ഇങ്ങനെ ഒരു സ്പോൺസറെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് ശരിക്കും ഒരു അഴിമതിയുടെ നിഴൽ ഇതിന് മുമ്പിൽ കാണുന്നുണ്ട്. കാരണം വ്യാപാരികളെ സംബന്ധിച്ച് ശരിക്കും ഈ ഒരു ഇങ്ങനെ വരുന്ന ഈവന്റൊക്കെ ഒത്തിരി കച്ചവടങ്ങൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. നമ്മൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇനിയുള്ള മത്സരങ്ങൾ പോലും ഇവിടെ നടത്താൻ പറ്റാണ്ട് ഇത്ര മത്സരത്തെ ബേസ് ചെയ്താണ് അത്യാവശ്യം കച്ചവടങ്ങൾ വ്യാപാരികൾ കിട്ടുന്നത്. അതുവരെ ഇനി മുമ്പോട്ട് പോകാൻ അനിശ്ചിതത്തിൽ നിൽക്കുമ്പോൾ ശക്തമായി ഇതിന്റെ പുറകിൽ ഒരു ദുരൂഹത നടന്നതായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നു. ഹൈബി ഈഡന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും MT രമേശും BJP ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശും ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, ഹൈബി ഈഡൻ GCDAക്ക് കത്തു നൽകിയിരിക്കുകയാണ്. വലിയ ക്രമക്കേടുകളാണ് ഹൈബി ഈഡൻ ഇതുമായി ബന്ധപ്പെട്ട് ആരോപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. ദിലീപ് കുമാർ, വലിയ പ്രചരണം നടത്തി തന്നെ ഈ നിർമ്മാണ പ്രവർത്തനമൊക്കെ തന്നെ ഒരു വശത്ത് നടക്കുന്നു. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വലിയ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ മെസ്സി വരില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിന്റെ ഭാവി എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഞാനിപ്പോൾ സ്റ്റേഡിയം പരിസരത്താണ്. ഈ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്ന ഒരു സ്ഥലം നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം. ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് നിലച്ച മട്ടാണ്. കാരണം ഈ മരാമത്ത് പണിയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ നടന്നത്. അതൊക്കെ തന്നെ നിലച്ച മട്ടാണ്. ഈ ഒന്ന് മഴ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഒരു വശത്ത് നിർമ്മാണ പ്രവർത്തനം നടന്നു വന്നത്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനം ഇന്നിപ്പോൾ നിലച്ചിട്ടുണ്ട്. ആ മതിൽ കെട്ടിയ സ്ഥലവും നമുക്ക് കാണാം. അതോടൊപ്പം ഈ മരങ്ങൾ മുറിച്ച ഒരു സ്ഥലമാണിത്. എന്തായാലും ഈ നിർമ്മാണ പ്രവർത്തനം നിലച്ചതോടെ തന്നെ വലിയ ചോദ്യങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. കാരണം ഈ കരാർ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ സ്പോൺസർമാരെ കണ്ടെത്തിയത് എങ്ങനെയാണ് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. സ്പോൺസർമാരെ സർക്കാർ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണോ? മെസ്സിയുടെ വരവിനായി സ്റ്റേഡിയം നവീകരണത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ സ്പോൺസർമാരെ എങ്ങനെ കണ്ടെത്തി? ഈ കരാർ വ്യവസ്ഥ എന്താണ്? കരാർ വ്യവസ്ഥയുടെ പകർപ്പ് പുറത്തുവിടണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഹൈബി ഈഡൻ MP ആണോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ GCDAക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. GCDA ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല.
സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു കരാർ. ആ കരാറാണ് അവരാണ് പിന്നീട് ഈ സ്പോൺസർമാരെ കണ്ടെത്തിയെന്നൊരു വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ GCDA നൽകുന്നത്. ഔദ്യോഗികമായൊരു വിശദീകരണം വൈകാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഹൈബീഡ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഈ നവീകരണ പ്രവർത്തനത്തിലുള്ള പങ്ക് എന്താണ് വ്യക്തമാക്കണമെന്നാണ്. ഡിസംബറിൽ ICL മത്സരങ്ങളടക്കം നടത്താൻ ഈ സ്റ്റേഡിയം നിലവിൽ ഇപ്പോൾ സജ്ജമാണോ? കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.